Okay, welcome back to our next session. നമുക്കിന്ന് കഴിഞ്ഞ ദിവസം സ്റ്റോപ്പ് ചെയ്തെടുത്തുള്ള ഒരു കണ്ടിന്യൂവേഷൻ ആണ്. And we are going to discuss about the moving coil galvanometer and its conversion from galvanometer to ammeter as well as to voltmeter. So let us see how the moving coil galvanometer works. Moving coil galvanometer. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ടോർക്ക് ആക്ടിങ് ഓൺ ദ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്, അതാണ് ശരിക്കും ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് ഒരു ഗാൽവനോമീറ്ററിൻ്റെ ഒരു സ്കീമാറ്റിക് ആയിട്ടുള്ള ഡയഗ്രാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തായാലും നമുക്കൊരു കോയിൽ ആവശ്യമാണ്. ആ കോയിലിന്, അതായത് റൊട്ടേറ്റ് ചെയ്യാനൊരു കോയിൽ ആവശ്യമാണ്. ആ കോയിലിനെ സറൗണ്ട് ചെയ്യുന്ന രീതിയിലൊരു അയൺ കോർ ഉണ്ടാവും. ആൻഡ് ടു പ്രൊവൈഡ് ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, രണ്ട് പെർമനൻറ്റ് മാഗ്നറ്റ്സ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. കുറേ കൂടെ എഫക്റ്റീവായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാൻ വേണ്ടി വി ഓൾവേസ് അറേഞ്ച് എ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, യു ക്യാൻ സീ, നമ്മളിവിടെ ഇതിലേക്ക് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് നോക്കി ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെയായിരിക്കും അവിടെ നമ്മൾ രണ്ട് മാഗ്നറ്റ്, സർക്കുലർ ക്രോസ് സെക്ഷനുള്ള രണ്ട് മാഗ്നറ്റിൽ നിന്നായിരിക്കും നമ്മളവിടെ ഫീൽഡ് കൊടുക്കുന്നത്. സോ this side will be north pole and this side will be south pole. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുക. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിനെല്ലാം കൺവേർജ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു സോഫ്റ്റ് അയൺ കോറിനകത്ത് ഇതിലായിരിക്കും നമ്മളുടെ കോയിൽ വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും അവിടെ കോയിൽ ഇതിന് ചുറ്റി വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കോയിൽ. അപ്പോൾ ഇത് സർക്കുലർ ഷേപ്പാണ്, മാഗ്നറ്റിക് ഫീൽഡ് റേഡിയലാണ്. അതുകൊണ്ട് ദിസ് അയൺ കോയിൽ വിൽ ബി അട്രാക്റ്റിംഗ് ഓൾ ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ടുവേഴ്സ് ഇറ്റ്. നോർത്ത് പോള് വരും, എല്ലാ ഡയറക്ഷനിൽ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്നാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോയിൽ. ഈ കോയിലാണ് അവിടെ ശരിക്കും എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ കോയിലിൽ നിന്ന് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും? ഒരു നീഡിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഗാൽവനോമീറ്റർ മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യാത്ത സമയത്ത്, ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാത്ത സമയത്ത് ദാറ്റ് നീഡിൽ വിൽ ബി ഷോയിങ് നോ ഡിഫ്ലക്ഷൻ. അപ്പോൾ അത് നേരെ ഇതിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള കോയിലാണ് ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ എന്തായാലും നമ്മളൊരു സ്കെയിലൊക്കെ അറേഞ്ച് ചെയ്യും. ഇവിടെ ഒരു സ്കെയിലൊക്കെ, അതായത് നമ്മൾ ഗാൽവനോമീറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ സീറോ ഡിഫ്ലക്ഷൻ. ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിനും ഡയറക്ഷനും അനുസരിച്ച് ഇതിന് റൈറ്റിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ ഒരു ഡിഫ്ലക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാക്റ്റ് ഡയഗ്രാം ഒന്നുമല്ല, ജസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്കീമാറ്റിക് ആയിട്ടുള്ള ഡയഗ്രാം വരച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ കോയിലിൽ നിന്ന് ഒരു നീഡിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ കോയിലിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനനുസരിച്ച് നമുക്കറിയാലോ, ഇതൊരു കറണ്ട് ക്യാരിയിങ് കോയിലാണെങ്കിൽ ഇതിന് നമ്മൾ വേറെ ഏതെങ്കിലും സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ കോയിലിൻ്റെ രണ്ടറ്റങ്ങൾ ഏതെങ്കിലും സർക്യൂട്ടുമായിട്ട്, ഇതൊരറ്റം ഇതടുത്ത അറ്റം, ഇതിനെ നമ്മൾ ഏതെങ്കിലും ഒരു, സപ്പോസ് അത് ബാറ്ററി ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്യുപ്മെൻ്റ് ആവാം, അതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. സോ നാച്ചുറലി അതിനൊരു റൊട്ടേഷൻ എഫക്റ്റ് ഉണ്ടാവും. ആ റൊട്ടേഷൻ എഫക്റ്റാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ സ്കെയിലിലുള്ള ഡിഫ്ലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഐ എന്ന് പറയുന്ന കറണ്ട് ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് സീറോ ഡിഫ്ലക്ഷനിലിരിക്കുന്ന ഈ സ്കെയില് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കോ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കോ, രണ്ട് സൈഡിലേക്കും ഡിഫ്ലക്ഷൻ ഉണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അപ്ലൈ ചെയ്ത്, ഇപ്പോൾ ഇവിടെ ബാറ്ററി നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഈ ഓർഡറിലാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ബാറ്ററിയുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഗാൽവനോമീറ്ററിന് ഒരു സീറോ കറക്ഷൻ നമ്മൾ പറയുന്നത്. അതിലെപ്പോഴും സെൻട്രൽ ബാലൻസിങ് ഉണ്ടാവും. അപ്പോൾ അമ്മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അമ്മീറ്റർ സീറോ, അതായത് സെൻട്രൽ ബാലൻസിങ് അല്ല. ഗാൽവനോമീറ്ററിന് കറണ്ടിൻ്റെ ഡയറക്ഷൻ കൂടെ മെഷർ ചെയ്യുന്നുള്ളതുകൊണ്ട് അതിന് റൈറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ട്, ലെഫ്റ്റ് ഡിഫ്ലക്ഷൻ ഉണ്ട്. സോ ഇറ്റ് ഓൾവേസ് ഷോസ് സീറോ ഡിഫ്ലക്ഷൻ വെൻ നോ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ആൻഡ് ദാറ്റ് സീറോ ഡിഫ്ലക്ഷൻ മസ്റ്റ് ബി ഓൺ ദ സെൻറ്റർ. കുറേ തവണ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റിക്ക് വ്യത്യാസം വരും. സോ ഈ സീറോയിൽ നിന്ന് അത് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ ഡിഫ്ലക്ഷൻ വരാം. കാരണം ഈ പോയിൻ്ററുമായിട്ട് അല്ലെങ്കിൽ ആ ആരോ
പോയിൻ്റർ നമ്മൾ അതിനെ പറയും. ആ പോയിൻ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്പ്രിങ്ങിൻ്റെ സെൻസിറ്റിവിറ്റി കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസേജ് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡിക്രീസ്. അതാണ് ഒരു കാര്യം. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിങ്ങിലേക്ക് പോകാം. നമ്മളൊരു റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് അതിലേക്ക് കൊടുക്കുന്നുണ്ട്. ഈ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ദെയർ വിൽ ബി എ റൊട്ടേഷൻ. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അതായത് കറണ്ട് ക്യാരിയിങ് കോയിലിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ കോയിലിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിനനുസരിച്ച് അത് ഒരു ഡിഫ്ലക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് നമുക്കറിയാം, ടോർക്ക് ഇസ് ഈക്വൽ ടു NIAB ആണ്, NIAB. അപ്പോൾ ടോർക്ക് NIAB ഓർ NIAB സൈൻ തീറ്റ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ നമുക്ക് മാക്സിമം ടോർക്ക് മാത്രമേ തൽക്കാലത്തേക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ടോർക്കാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിന് ഡിഫ്ലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിൽ കാണിക്കുന്ന ഡിഫ്ലക്ഷൻ ഇത്രയാണെന്ന് വിചാരിച്ചു. സോ ഇറ്റ് ഷോസ് എ ഡിഫ്ലക്ഷൻ ഓഫ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിനൽ ഓറിയൻറ്റേഷൻ. സോ നമുക്ക് എന്ത് പറയാം, ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു തീറ്റ. എത്രത്തോളം അതിന് ടോർക്ക് കിട്ടുന്നുണ്ടോ അത്രത്തോളം കൂടുതൽ ഡിഫ്ലക്ഷൻ ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ടോർക്കിനെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുത്ത് ഈ പ്രൊപ്പോർഷണാലിറ്റി ഒരു ഇക്വേഷൻ ആക്കി മാറ്റുകയാണ്. ടോർക്ക് ഇസ് ഈക്വൽ ടു C ഇൻറ്റു തീറ്റ എന്ന് പറയും. ആൻഡ് ദാറ്റ് C ഈസ് കോൾഡ് ആസ് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയും. ചില ബുക്കുകളിൽ അതിനെ ഗാൽവനോമീറ്റർ കോൺസ്റ്റൻ്റ് എന്നും പറയാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ പറഞ്ഞു, കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ കോൺസ്റ്റൻറ്റ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ടോർക്ക് ഇസ് ഈക്വൽ ടു C തീറ്റ. ഈ ഇക്വേഷനിൽ നിന്നാണ് നമുക്കിനി മുമ്പോട്ട് പോകേണ്ടത്. ടോർക്ക് ഇസ് ഈക്വൽ ടു C തീറ്റ അല്ലെങ്കിൽ NIAB ഇസ് ഈക്വൽ ടു C തീറ്റ. NIAB ഇസ് ഈക്വൽ ടു C തീറ്റ. അപ്പോൾ അവിടെ ഇതിനെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, I എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിലുള്ള കറണ്ടാണ്. I ഡിവൈഡഡ് തീറ്റ ഡിവൈഡഡ് ബൈ I എന്ന് പറഞ്ഞാൽ അതെന്ത് വരും, NIAB സൈൻ തീറ്റ ഈക്വൽ ടു NIAB ഈക്വൽ ടു C തീറ്റ എന്നുള്ളതാണ് ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. വേർ തീറ്റ റെപ്രസെൻറ്റ്സ് ദ ഡിഫ്ലക്ഷൻ, C എന്ന് പറയുന്നത് അതിൻ്റെ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. അപ്പോൾ നമുക്ക് തീറ്റ ഡിവൈഡഡ് ബൈ I എന്ന് പറഞ്ഞാൽ അതെന്തായിട്ട് മാറും, NAB ഡിവൈഡഡ് ബൈ C എന്നല്ലേ വരിക മക്കളെ. വട്ട് ഇസ് മീൻ ബൈ ദിസ് തീറ്റ ഡിവൈഡഡ് ബൈ I? തീറ്റ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ, I എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദ കറണ്ട്, ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് കറണ്ട് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ആംബിയർ. ഈ കാണിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റിയാണ്, അതായത് തീറ്റ ഡിവൈഡഡ് ബൈ I അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഗാൽവനോമീറ്റർ പെർ യൂണിറ്റ് കറണ്ട് ഇസ് കോൾഡ് ആസ് കറണ്ട് സെൻസിറ്റിവിറ്റി. അതായത് ഒരു യൂണിറ്റ് കറണ്ടിന് എത്ര ആംഗിൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ അടുത്ത് 2 ഗാൽവനോമീറ്റർ ഉണ്ട്. ഒരു ഗാൽവനോമീറ്ററിൽ കാണിക്കുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 10 ഡിഗ്രി പെർ ആംബിയർ ആണ്. ഒരു ആംബിയർ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 ഡിഗ്രി അത് ഡിഫ്ലക്റ്റ് ചെയ്യും. അതേസമയം രണ്ടാമത്തെ ഗാൽവനോമീറ്റർ ആണെങ്കിൽ ഇറ്റ് ഷോസ് 30 ഡിഗ്രി പെർ ആംബിയർ, അതായത് ഒരു ആംബിയറിന് 30 ഡിഗ്രി. അപ്പോൾ കൂടുതൽ സെൻസിറ്റീവ് ഏതാണ്, ആദ്യത്തേനെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തേതിന് ഡിഫ്ലക്ഷൻ കൂടുതലാണ്. കാരണം ആദ്യത്തേൽ ഒരു ആംബിയറിന് 10 ഡിഗ്രിയെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ, രണ്ടാമത്തേൽ ഒരു ആംബിയറിന് 30 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സോ കമ്പയർഡ് ടു ദ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ഈസ് മോർ സെൻസിറ്റീവ്. സോ ഈ കറണ്ട് സെൻസിറ്റിവിറ്റി എന്തിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. കറണ്ട് സെൻസിറ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്ന് നമ്പർ ഓഫ് ടേൺസ്, ഏരിയ ഓഫ് ദ കോയിൽ, മാഗ്നറ്റിക് ഫീൽഡ്, C എന്ന് പറയുന്നത് അതിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. അത് ആ ഗാൽവനോമീറ്ററിൻ്റെ തന്നെ ഒരു മാനുഫാക്ചറിങ് സമയത്ത് നമ്മൾ തീരുമാനിക്കുന്ന വാല്യൂ ആണ് C എന്ന് പറയുന്നത്. ഈ 3 നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. സോ ടു ഗെറ്റ് മോർ സെൻസിറ്റീവ്, ശ്രദ്ധിച്ചോളൂ അത്, ടു ഗെറ്റ് മോർ സെൻസിറ്റീവ് ഗാൽവനോമീറ്റർ വി നീഡ് ടു പുട്ട് മോർ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ദ ഏരിയ ഓഫ് ദ ലൂപ്പ് ഷുഡ് ബി ലാർജ് ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഷുഡ് ബി ഹ്യൂജ്. ഇതിൽ ഏരിയ ഓഫ് ദ ലൂപ്പ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനൊരു പരിമിതി ഉണ്ട്. അതൊരു ലിമിറ്റ് വിട്ട് നമുക്ക് വലിയ ലൂപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഗാൽവനോമീറ്ററിന്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ്, ഒന്നുകിൽ മാക്സിമം നമ്പർ ഓഫ് ടേൺസ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ യൂസ് സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ്. ഈ രണ്ടെണ്ണമാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഗാൽവനോമീറ്ററുകളിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ലെവലിൽ കണ്ടുവരുന്ന പ്രായോഗികമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസിനും ഏരിയനെയും ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വിട്ട് കൂട്ടാതെ ദേ വിൽ ബി യൂസിങ് ഹയർ മാഗ്നറ്റിക് ഫീൽഡ് ഫോർ മോർ സെൻസിറ്റീവ് ഗാൽവനോമീറ്റർ. ഇതാണ് ഗാൽവനോമീറ്ററിൻ്റെ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെ ഗാൽവനോമീറ്ററിൻ്റെ കറണ്ട് സെൻസിറ്റിവിറ്റി പോലെ തന്നെ നമുക്ക് എന്തും പറയാം, വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും പറയാം. ഗാൽവനോമീറ്റർ കറണ്ട് മെഷർ ചെയ്യുന്നതല്ലേ, പിന്നെ എവിടെ നിന്നാണ് വോൾട്ടേജ് വന്നത് എന്നുള്ളൊരു ഡൗട്ട് അവിടെ ഉണ്ടാവും. എങ്ങനെയായാലും ഗാൽവനോമീറ്ററിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഗാൽവനോമീറ്റർ കോയിലിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്.
ആ ഗാൽവനോമീറ്ററിന് കോയിലിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസിൽ ഒരല്പം വോൾട്ടേജ് ഡ്രോപ്പ് എന്തായാലും നടക്കും. സോ ആ ഗാൽവനോമീറ്ററിന് എങ്ങനെയായാലും ഒരു ചെറിയ വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ളതുകൊണ്ട് വി ക്യാൻ ഓൾസോ മെഷർ ദ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എങ്ങനെ മെഷർ ചെയ്യാം മക്കളെ? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് തീറ്റ ഡിവൈഡഡ് ബൈ വി, ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് വോൾട്ട് ഇൻ ദ യൂണിറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ ഗാൽവനോമീറ്റർ. അപ്പോൾ തീറ്റ ഡിവൈഡഡ് ബൈ വി എന്ന് പറയുമ്പോൾ എനിക്കതിനെ എന്താ എഴുതാം? തീറ്റ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ആർ എന്ന് എഴുതിക്കൂടെ? തീറ്റ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ആർ, പി ഈസ് ഈക്വൽ ടു ഐ ആർ. തീറ്റ ബൈ ഐൻ്റെ വാല്യൂ നമുക്കറിയാലോ. തീറ്റ ബൈ ഐ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? എൻ എ ബി ഡിവൈഡഡ് ബൈ സി ആണ്, ഇൻറ്റു ആർ എന്ന് വന്നു. അപ്പോൾ നമുക്ക് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈ കാണിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുക? ദാറ്റ് ഈസ് കോൾഡ് ആസ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. അപ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിക്കും കറണ്ട് സെൻസിറ്റിവിറ്റിക്കും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കിയേ. ഇത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയാണ്, തീറ്റ ഡിവൈഡഡ് ബൈ വി. കറണ്ട് സെൻസിറ്റിവിറ്റി ഇതാണ്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി വി എസ് ഈസ് ഈക്വൽ ടു എന്ത് പറയാം? കറണ്ട് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ കോയിൽ എന്ന് പറയാം. ഇപ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ദ വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് ദ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ് ഡ്രോപ്പ്. ഒരു യൂണിറ്റ് വോൾട്ടിന് എത്ര ഡിഫ്ലക്ഷൻ കാണിക്കുന്നു എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്, അല്ലെങ്കിൽ ഒരു റേഷ്യോ ആണ് ഈ പറയുന്ന വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഇത് കറണ്ട് സെൻസിറ്റിവിറ്റി ഒരു യൂണിറ്റ് കറണ്ട് കൊണ്ട്, അല്ലെങ്കിൽ 1 ആംപിയർ കറണ്ട് കൊണ്ട് എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. ഇതാണെങ്കിൽ 1 വോൾട്ട് കൊണ്ട് എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. സോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂട്ടണമെങ്കിലും കറണ്ട് കൂട്ടണമെങ്കിലും ജനറലി വാട്ട് വിൽ ബി ഡൂയിങ് ഈസ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്, or to increase the magnetic field, or to increase the area, or to decrease the resistance. അതും കൂടെ ഒന്ന് ആലോചിച്ചോളൂ. റെസിസ്റ്റൻസിൻ്റെ കാര്യം അവിടെ വന്നു. ഇനി ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിലാണെങ്കിലും വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ്, കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കറണ്ട്. ഇതിൽ കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷനിൽ കറണ്ടിൻ്റെ ഒരു ടൈം വരുന്നില്ലല്ലോ. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ എൻ എ ബി ഡിവൈഡ് ബൈ സി. ആൻഡ് വൺ മോർ തിങ്, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ വോൾട്ടേജ്. ഇതിൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ടൈമിൽ എവിടെയെങ്കിലും വോൾട്ടേജിൻ്റെ ടൈം വരുന്നുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദേ ആർ ദ ഡിഫ്ലക്ഷൻസ് പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് കറണ്ട് ഓർ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് വോൾട്ട്. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. സോ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, കറണ്ട് സെൻസിറ്റിവിറ്റി. അപ്പോൾ സെൻസിറ്റിവിറ്റി എത്രയും കൂടിയിരിക്കുന്നുണ്ടോ നമ്മുടെ മെഷർമെൻറ്റ് അത്രയും പ്രിസൈസ് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ഇതാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ ഒരു ജനറൽ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. നമുക്ക് ആവശ്യം വരുന്നത്, ഇതിനേക്കാൾ കൂടുതൽ ആവശ്യം വരുന്നത്, ഇത് ബോർഡ് എക്സാമിന് ചോദിക്കാറുള്ളതാണ്, ഇതിനേക്കാൾ നമുക്ക് ആവശ്യം വരുന്നത് ഈ ഗാൽവനോമീറ്ററിനെ നമുക്ക് എങ്ങനെ ഒരു വോൾട്ട് മീറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു അമ്മീറ്റർ ആയിട്ടോ കൺവേർട്ട് ചെയ്യാം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ബോർഡ് എക്സാമിലും ചോദിക്കുന്നതാണ്, അതുപോലെ തന്നെ നമ്മുടെ എൻട്രൻസ് കോമ്പറ്റേറ്റീവ് എക്സാമിലും ചോദിക്കുന്നതാണ്. സോ വിൽ ഗോ ടു ദാറ്റ് ടോപ്പിക്, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ ആസ് വെൽ ആസ് വോൾട്ട് മീറ്റർ. മക്കളെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ എടുത്തു നിർത്തിയതിൻ്റെ കണ്ടിന്യൂവേഷൻ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്ക് വരുന്നത് ഇപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ, മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ആ ഗാൽവനോമീറ്ററിനെ നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് അമ്മീറ്റർ ആയിട്ടും വോൾട്ട് മീറ്റർ ആയിട്ടും എങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഗാൽവനോമീറ്റർ, നമ്മൾ അമ്മീറ്റർ എന്ന് പറയുമ്പോൾ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിൽ അമ്മീറ്ററിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അതായത് കറണ്ട് ഡിവൈഡ് ചെയ്യാത്ത രീതിയിലായിരിക്കണം അമ്മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. കാരണം പാരലായിട്ട് ഒരു റെസിസ്റ്റൻസിന് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അമ്മീറ്ററിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? കറണ്ട് അതിലൂടെ ഡിവൈഡ് ചെയ്ത് പോകും. കുറച്ച് ഭാഗം അമ്മീറ്ററിലൂടെയും കുറച്ച് ഭാഗം റെസിസ്റ്റൻസിൽ കൂടെയും പോകും. അത് ഒഴിവാക്കാൻ വേണ്ടി, അതായത് ഇങ്ങനെ, ഇപ്പോൾ ഇതാണ് നമ്മളുടെ റെസിസ്റ്റൻസ് എന്ന് വിചാരിക്കുക. ഇതിന് സീരീസ് ആയിട്ട് നിങ്ങളൊരു അമ്മീറ്ററിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആണ്. അതേസമയം ഇതാണ് കറക്റ്റ് മെത്തേഡ്. അത് ലാബിലൊക്കെ പോകുന്നതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിച്ചോളൂ. അതേസമയം നിങ്ങളിപ്പോൾ റെസിസ്റ്റൻസ് ഇങ്ങനെയാണ് മക്കളെ, 6. നിങ്ങളിതിന് പാരലായിട്ട് ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ കറണ്ട് ഡിവൈഡ് ചെയ്യും ആസ് പെർ ദ കിർച്ചോഫ് ലോ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ആയിരിക്കില്ല, അമ്മീറ്ററിൽ റെസിസ്റ്റൻസിലൂടെ പോയി ബാക്കി അമ്മീറ്ററിലൂടെ കിട്ടുന്ന റിമൈനിങ് കറണ്ട് മാത്രമേ അവിടെ റീഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും കണക്ട് ചെയ്യാൻ പാടില്ല. അമ്മീറ്ററിനെയും വോൾട്ട് മീറ്ററിനെയും കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണിത്. ഇതുപോലെ തന്നെ വോൾട്ട് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വോൾട്ട് മീറ്റർ ഒരു സർക്യൂട്ടിൽ എടുക്കുന്ന സമയത്ത് എക്സാക്റ്റ് വോൾട്ടേജ് കിട്ടണം. എക്സാക്റ്റ് വോൾട്ടേജ് കിട്ടണമെങ്കിൽ വോൾട്ടേജ് ഡിവൈഡിങ് കണക്ഷൻ ആവാൻ പാടില്ല. സീരീസ് പാരലൽ കണക്ഷനിൽ പഠിച്ചപ്പോൾ അറിയായിരുന്നു, സീരീസ് ആണെങ്കിൽ അത് വോൾട്ടേജ് ഡിവൈഡിങ് കണക്ഷനും പാരലൽ ആണെങ്കിൽ അത് കോമൺ വോൾട്ടേജ് കണക്ഷനുമാണ്.
അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ ആണെങ്കിൽ കോമൺ കറണ്ട് കണക്ഷനും പാരലൽ കണക്ഷൻ ആണെങ്കിൽ അത് കറണ്ട് ഡിവൈഡിങ് കണക്ഷനുമാണ്. അപ്പോൾ നമുക്കൊരു റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാൻ നിങ്ങളൊരു വോൾട്ട് മീറ്ററിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിന് അക്രോസ് ആയിട്ട് ഒരു ഡ്രോപ്പ് വരും, ഇതിന് അക്രോസ് ആയിട്ട് ഒരു ഡ്രോപ്പ് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കില്ല? ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് ആയിരിക്കില്ല. ദ റീഡിംഗ് ഓഫ് ദ വോൾട്ട് മീറ്റർ വിൽ ബി ദ ഡ്രോപ്പ് അക്രോസ് ഇറ്റ് സെൽഫ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? റെസിസ്റ്റൻസിനെ വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് തന്നിട്ടുള്ള റെസിസ്റ്റൻസിന് പാരലൽ ആയിട്ടായിരിക്കണം. സോ ദ ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റൻസ് ആൻഡ് ദ ഡ്രോപ്പ് അക്രോസ് ദ വോൾട്ട് മീറ്റർ വിൽ. അമ്മീറ്റർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. വോൾട്ട് മീറ്റർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. ഇത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണെങ്കിലും ലാബിൽ പോകുമ്പോഴാണെങ്കിലും ആവശ്യം വരുന്ന രണ്ട് കാര്യങ്ങളാണ്. നൗ വി വിൽ സീ ഹൗ വി ഹാവ് ടു കൺവെർട്ട് ദിസ് ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ. അപ്പോൾ ഫസ്റ്റ് ഞാൻ അമ്മീറ്ററിനെ തന്നെ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് എങ്ങനെ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റാം എന്ന് നോക്കാം. നമുക്ക് ഈ ഗാൽവനോമീറ്റർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഗാൽവനോമീറ്റർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു എക്യുപ്മെൻ്റ് ആണ്. ഇറ്റ് ഇസ് ഹൈലി സെൻസിറ്റീവ്. അത് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. അമ്മീറ്റർ ആണെങ്കിൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ 5 ആംപിയർ 10 ആംപിയറിലൊക്കെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. ബട്ട് ഗാൽവനോമീറ്റർ നോർമലി ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഇൻ മൈക്രോ ആംപിയർ റേഞ്ച് അല്ലെങ്കിൽ മില്ലി ആംപിയർ റേഞ്ചിലൊക്കെയാണ് അത് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ആ ഗാൽവനോമീറ്ററിനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്? ഒരു അമ്മീറ്റർ ആക്കി മാറ്റുകയാണ്. അപ്പോൾ അമ്മീറ്റർ ആക്കി മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗാൽവനോമീറ്റർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. നിങ്ങളതിനെ സീരീസ് ആയിട്ട് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറണ്ടിൽ വ്യത്യാസം വരും. കാരണം നമ്മൾ ഓൾറെഡി R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട്. ഈ Rൻ്റെ കൂടെ നമ്മൾ എന്തിനെ വെക്കുകയാണ്? ഗാൽവനോമീറ്ററിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ് ടു മെഷർ ദ കറണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഓൾറെഡി ഉണ്ടായിരുന്ന റെസിസ്റ്റൻസിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് മക്കളെ, അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഇതിൻ്റെ കൂടെ ആരെ കണക്ട് ചെയ്യുകയാണ്? ഗാൽവനോമീറ്ററിനെ കണക്ട് ചെയ്യുകയാണ്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് മെഷർ ചെയ്യണം. ഇപ്പോൾ ഇത് ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഈ രണ്ട് പേരും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലാർജ് റെസിസ്റ്റൻസ്, സോ ദാറ്റ് വിൽ ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് കറണ്ട്. സോ ഈ ഗാൽവനോമീറ്റർ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല? എക്സാക്ട് കറണ്ട് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗാൽവനോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറണ്ട് മെഷർ ചെയ്യാൻ വേണം. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഗാൽവനോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറണ്ട് മെഷർ ചെയ്യാൻ വേണം. എന്നാൽ ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് വല്ലാതെ കൂടാനും പാടില്ല. സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നത് എപ്പോഴാണ്? ഗാൽവനോമീറ്റർ നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. റെസിസ്റ്റൻസ് കൂടുമ്പോൾ സർക്യൂട്ടിലെ മൊത്തം റെസിസ്റ്റൻസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് വിൽ റെഡ്യൂസ് ദ കറണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതിന് അക്രോസ് ആയിട്ട് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കണം. ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ നമ്മൾ എന്താ മക്കളെ ചെയ്യുക? അതിന് പാരലലായിട്ട് ഒരു ചെറിയ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. ആൻഡ് ദിസ് സ്മോൾ റെസിസ്റ്റൻസ് ഇസ് കോൾഡ് ആസ് ഷണ്ട് റെസിസ്റ്റൻസ്. ദിസ് ഇസ് കോൾഡ് ആസ് ഷണ്ട് റെസിസ്റ്റൻസ്. വളരെ ചെറിയ വാല്യൂ ഉള്ള ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കറണ്ട് ഇവിടെ വന്നു, I എന്ന് പറയുന്ന കറണ്ട് വന്നു. ആ കറണ്ട് എന്തായിട്ട് പോയി? ഇതിന് അക്രോസ് ആയിട്ട് കുറച്ച് കറണ്ട് പോകും, ഇതിന് അക്രോസ് ആയിട്ട് കുറച്ച് കറണ്ട് പോകും. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? IG എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് IS എന്ന് വിളിക്കാം. ടോട്ടൽ വരുന്ന കറണ്ട് I ആണ്. അപ്പോൾ ഇവിടെ മക്കളെ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് രണ്ടും കൂടെ ഇവിടെ വെച്ച് കറണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കറണ്ട് കമ്പൈൻ ചെയ്ത് സിംഗിളായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഗാൽവനോമീറ്റർ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ കറണ്ട് ഡിവൈഡ് ചെയ്താലും ആസ് എ ഹോൾ സർക്യൂട്ടിലെ കറണ്ടിന് യാതൊരു ചേഞ്ചും വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്തു? ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഒരു പാരലൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയും ചെയ്തു. പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അതെന്തായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്? IG പ്ലസ് IS ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഇവിടെ ഗാൽവനോമീറ്റർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിട്ട് എടുത്തിട്ടുണ്ട്? G ആയിട്ട് എടുക്കുക. റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ ഈസ് ടേക്കൺ ആസ് G ആൻഡ് I ക്യാൻ ബി റിട്ടൺ ആസ് IG പ്ലസ് IS അക്കോർഡിംഗ് ടു ദ കിർച്ചോഫ് ലോ. അപ്പോൾ ഈ രണ്ട് പേരും, ഈ ഗാൽവനോമീറ്ററും ഷണ്ടും പാരലലി കണക്റ്റഡ് അല്ലേ? അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചൂടെ? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഗാൽവനോമീറ്റർ ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഷണ്ട് റെസിസ്റ്റർ ആർ ഈക്വൽ. അപ്പോൾ അതെന്തായിട്ട് വരും? വോൾട്ടേജ് അക്രോസ് ദ ഗാൽവനോമീറ്റർ ആൻഡ് വോൾട്ടേജ് അക്രോസ് ദ ഷണ്ട് ആർ ഈക്വൽ. സോ IG ഇൻറ്റു G മീൻസ് റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ ഈക്വൽ ടു IS ഇൻറ്റു S എന്ന് കിട്ടും. നമ്മളതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
ഐ ജി നമുക്ക് എന്തായാലും അറിയാം, ഗാൽവനോമീറ്ററിലെ കറണ്ട് അതിൽ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈക്വൽ ടു ഐ എസിന് പകരം എന്ത് എഴുതിയാൽ മതി, ഷണ്ടിലൂടെ എത്ര റെസിസ്റ്റൻസ് പോകണമെന്ന് നമുക്ക് അറിയില്ലല്ലോ, പക്ഷേ ടോട്ടൽ കറണ്ട് നിങ്ങൾക്ക് അറിയാം ഐ എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് എന്ന് എഴുതാമല്ലോ. സോ ദ വാല്യൂ ഓഫ് ദ ഷണ്ട് റെസിസ്റ്റൻസ്, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യം വരുന്നത്. വാല്യൂ ഓഫ് ദ ഷണ്ട് റെസിസ്റ്റൻസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി എന്ന് കിട്ടും. ദിസ് ഇസ് ദ സ്മോൾ റെസിസ്റ്റൻസ് ദാറ്റ് ഹാസ് ടു ബി കണക്റ്റഡ് along with this galvanometer to make it as a ammeter. ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഗാൽവനോമീറ്റർ നമുക്ക് അമ്മീറ്റർ ആക്കി മാറ്റണം. സോ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ കുറയ്ക്കണം. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്, ഒരു ചെറിയ റെസിസ്റ്റൻസിനെ അതിന് പാരലായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ മാത്രം, അതായത് ഇതാണ് ഇപ്പോൾ ഗാൽവനോമീറ്റർ വരുന്നത്, ഇതിൻ്റെ റെസിസ്റ്റൻസ് അങ്ങ് വല്ലാതെ കുറയും. കാരണം ഈ രണ്ടാളും പാരലായിട്ടാണ് നിൽക്കുന്നത്. ഈ രണ്ടാളും പാരലായതുകൊണ്ട് റെസിസ്റ്റൻസ് കണ്ടമാനം കുറയും. സോ അതുകൊണ്ട് സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ടിന് യാതൊരു വ്യത്യാസവും വരില്ല. സർക്യൂട്ടിലെ കറണ്ടിന് ഇതൊരു നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ആയിരിക്കും. ഗാൽവനോമീറ്ററിന് ഒരു 100 ഓം റെസിസ്റ്റൻസ് ഗാൽവനോമീറ്റർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് ചിലപ്പോൾ ഒരു 0.1 ഒക്കെ ആയിരിക്കും. വി വിൽ ബി കണക്ടിങ് എ വെരി സ്മോൾ റെസിസ്റ്റൻസ് ഇൻ പാരലൽ വിത്ത് ദ ഗാൽവനോമീറ്റർ ടു റെഡ്യൂസ് ദ റെസിസ്റ്റൻസ് ആസ് മച്ച് ആസ് പോസിബിൾ സോ ദാറ്റ് ദർ ഈസ് നോട്ട് മച്ച് ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. ഇതുമായിട്ട് കമ്പാരബിൾ പോലും അല്ലാത്ത, ഇതിപ്പോൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഒരു 50 ഓം ആണെങ്കിൽ ഈ രണ്ട് പേരും കൂടെ ചേർന്ന് ചിലപ്പോൾ ഒരു 0.1 ഓമൊക്കെ അല്ലെങ്കിൽ ഒരു 0.2 ഓമൊക്കെ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ഷണ്ട് സെലക്ട് ചെയ്യുന്നത്. കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കിനിപ്പോൾ അടുത്ത് ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കിയ പോലെ നൗ വി ക്യാൻ സീ ഹൗ വി ഹാവ് ടു കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻ ടു എ വോൾട്ട് മീറ്റർ. ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് എങ്ങനെ ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റാം എന്നുള്ളത് കാണാം. വോൾട്ട് മീറ്റർ ആക്കി മാറ്റാൻ കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം, പാരലായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഇതിനെ നമുക്ക് R0 എന്ന് വിളിക്കാം, ചുമ്മാ R0 എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമുക്ക് ഗാൽവനോമീറ്ററിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, പാരലായിട്ടല്ലേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പാരലായിട്ട് ഗാൽവനോമീറ്ററിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെയും ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും, ഇതിലൂടെയും ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ആവശ്യം അനുസരിച്ച് ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റുകയും വേണം. എന്നാൽ ഈ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് ഫ്ലോ കമ്പാരിറ്റീവ്ലി കുറവാകണം. അല്ലെങ്കിൽ മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ നമ്മൾ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് G ആണ്, ഇത് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ ഇവിടെ വരുന്ന കറണ്ടിലെ ഭൂരിഭാഗം എങ്ങോട്ട് പാസ് ചെയ്യുള്ളൂ, ഇതിലേക്കേ പാസ് ചെയ്യുള്ളൂ. ഭൂരിഭാഗം കറണ്ട് എന്തിൽ കൂടെ പാസ് ചെയ്യും, ഈ ഗാൽവനോമീറ്ററിൽ കൂടെ പാസ് ചെയ്യും. ബിക്കോസ് കറണ്ട് ഓൾവേസ് പ്രിഫർ ദ ലോ റെസിസ്റ്റൻസ് പാത്ത്. അതായത് ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. സോ ഇതിന് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്കവിടെ എക്സാക്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ് മെഷർമെൻറ്റും കറണ്ട് മെഷർമെൻറ്റും നടക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ എയിം എന്താണ്, ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റുകയും വേണം. എന്നാൽ ആ ഗാൽവനോമീറ്റർ കാര്യമായിട്ട് കറണ്ട് ഡ്രോ ചെയ്യാൻ പാടില്ല. കാര്യമായിട്ട് കറണ്ട് ഡ്രോ ചെയ്യാൻ പാടില്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കണം. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ്, ഈ ഗാൽവനോമീറ്ററിനൊപ്പം ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, ഹൈ വാല്യൂ ഉള്ള എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യണം, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ മേലെ R0 ആയി, താഴെയാണെങ്കിൽ G+R ആയി ടോട്ടൽ റെസിസ്റ്റൻസ്. താഴത്തെ റെസിസ്റ്റൻസ് G+R ആണെങ്കിൽ ഇത് G+Rൻ്റെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിച്ചുകൂടെ, ഇതിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസും ഇതിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ദ കറണ്ട് എങ്ങോട്ടേ പാസ് ചെയ്യുള്ളൂ, ഇതിലേ പാസ് ചെയ്യുള്ളൂ. ഇതിലൂടെയുള്ള കറണ്ട് ഫ്ലോ എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഈ ബ്രാഞ്ചിന് അക്രോസ് ആയിട്ടുള്ള ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V ആണെന്ന് വിചാരിച്ചു. ഈ ബ്രാഞ്ചിന് അക്രോസ് ആയിട്ടുള്ള ടോട്ടൽ വോൾട്ടേജ് V ആണെങ്കിൽ ആ Vനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണ്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഇപ്പോൾ വരുന്ന കറണ്ട് ഇപ്പോൾ നമുക്ക് I0 എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ I0 ഇവിടെ വെച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത് I ആണ്, ഇത് I' ആണ്. അപ്പോൾ ഈ ബ്രാഞ്ചിന് അക്രോസ് ആയിട്ടുള്ള ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V = I × G+R അല്ലേ മക്കളെ, I × G+R. അപ്പോൾ നമുക്ക് എന്ത് പറയാം, V / I = G+R. So the external resistance അല്ലെങ്കിൽ the external additional resistance that has to be connected is equal to V / I മൈനസ് G ആയിരിക്കും.
ഇതൊരു ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. സോ ഓർമ്മിക്കേണ്ട കാര്യം ഷണ്ട് റെസിസ്റ്റൻസിൻ്റെയും അഡീഷണൽ റെസിസ്റ്റൻസിൻ്റെയും കാര്യം. ഷണ്ട് റെസിസ്റ്റൻസ് ഇസ് എ ലോ റെസിസ്റ്റൻസ് ആൻഡ് ദിസ് ആർ ഇസ് എ ഹൈ റെസിസ്റ്റൻസ് വിച്ച് വുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് ടു പ്രിവെൻറ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ദിസ് ഗാൽവനോമീറ്റർ അപ് ടു ദ മിനിമം പോസിബിൾ വാല്യൂ. അപ്പോൾ ഇതാണ് ഗാൽവനോമീറ്ററിൻ്റെയും വോൾട്ട് മീറ്ററിൻ്റെയും കൺവെർഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് 2 NCERT ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് ഇന്നത്തെ സെഷൻ അങ്ങ് അവസാനിപ്പിക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇത് NCERT എക്സസൈസ് 4.28 ആണ്. നമുക്ക് തന്നിട്ടുള്ള അനുസരിച്ച് യു ഹാവ് എ ഗാൽവനോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ് 15 ohm ആൻഡ് ദ ഗാൽവനോമീറ്റർ ഷോസ് എ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് 4 milliampere. അതായത് ഇത് 0 ഡിഫ്ലക്ഷൻ ആണെങ്കിൽ മക്കളെ ഇതാണ് അതിൻ്റെ 4 milliampere എന്ന് പറയുന്ന ഫുൾ സ്കെയിൽ മാക്സിമം ഡിഫ്ലക്ഷൻ. ഇങ്ങോട്ടേക്കും അതിനെന്തുണ്ടായിരിക്കും 4 milliampereൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യണം, ഈ 4 milliampere ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന ഈ ഗാൽവനോമീറ്ററിനെ എന്താക്കി മാറ്റണം, 6 ആംപിയർ വരെ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മീറ്റർ ആക്കി മാറ്റണം. അപ്പോൾ നമുക്കറിയാമല്ലോ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റാൻ ഒരു ഷണ്ട് കണക്ട് ചെയ്താൽ മതി പാരലായിട്ട്, ഒരു ലോ റെസിസ്റ്റൻസ്. ആ ഷണ്ടിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാലോ, എന്തായിരുന്നു, അതായത് എസ് ഇസ് ഈക്വൽ ടു, ഡയറക്റ്റ് ഇക്വേഷനാണ്, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, IG ഇൻറ്റു ജി ഡിവൈഡർ ബൈ എത്രയാണ്, I മൈനസ് IG ആണ് ഷണ്ടിൻ്റെ വാല്യൂ വരുന്നത്. IG ഗാൽവനോമീറ്ററിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, IG യുടെ വാല്യൂ തന്നിട്ടുള്ളത് 4 milliampere ആണ്. 4 milliampere എന്ന് പറയുമ്പോൾ 4 × 10⁻³ ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ടല്ലോ 15 അല്ലേ മക്കളെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്. I എന്ന് പറഞ്ഞാൽ പുതിയ മാക്സിമം കറണ്ട് എത്രയാണ് വരുന്നത്, 6 അല്ലേ, 6 മൈനസ് IG എന്ന് പറയുമ്പോൾ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത്, പലർക്കും ചെറിയൊരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത്, ഇവിടെ 6 ആംപിയറും ഇത് 4 milliampere ആണ്. അപ്പോൾ നമുക്കതിനെ എന്താക്കി മാറ്റേണ്ടി വരും, 6 ആംപിയറിനെ 6 ആംപിയർ എന്ന് പറയുമ്പോൾ 6000 milliampere അല്ലേ വരിക, മൈനസ് 4 milliampere. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കാര്യം ശരിയായില്ലേ. 4 × 10⁻³ ഇൻറ്റു 15 ഡിവൈഡർ ബൈ I മീൻസ് 6 ആംപിയർ. 6 ആംപിയർ മീൻസ് 6000 milliampere മൈനസ് 4 milliampere. അപ്പോൾ this is equal to 60 × 10⁻³ ഡിവൈഡർ ബൈ ഇത് വരുന്ന എത്രയാണ്, 5996 milliampere എന്ന് പറഞ്ഞാൽ 5.96 അല്ലേ, 5996 milliampere എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് എന്തായിട്ട് എഴുതാം, 5.96 ആംപിയർ എന്ന് എഴുതാം. സോ ദ വാല്യൂ ഓഫ് ദ ഷണ്ട് ഇസ് ഈക്വൽ ടു 6 × 10⁻² ഡിവൈഡർ ബൈ 5.96 ohm എന്ന് കിട്ടും. 6 × 10⁻² ഡിവൈഡ് ബൈ 5.96. ഇതൊന്നും ഡിവൈഡ് ചെയ്ത് നിങ്ങൾ സമയം കളയണ്ട, ഇതിനെ എത്രയായിട്ട് എടുത്താൽ മതി, ഇത് 6ഉം ഇത് 5.96ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. വല്ലാണ്ട് അങ്ങോട്ട് എക്സാക്ട് കാൽക്കുലേഷൻ നമുക്ക് ആവശ്യമില്ല. ദിസ് ഇസ് ഈക്വൽ ടു 1. 6 / 5.96 ഇസ് 0.998 ഒക്കെയാണ് വരിക, അതിനെ 1 ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും, അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഇസ് ഈക്വൽ ടു 10⁻². ഇറ്റ് ഇസ് ഈക്വൽ ടു 10⁻² ohm എന്ന് കിട്ടും. അതായത് 0.01 ohm or it is equal to 10 milliohm is the value of the shunt. This is the answer. ഇത് ഗാൽവനോമീറ്റർ ടു അമ്മീറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനിയിപ്പോൾ നമുക്ക് ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ കണ്ടാലോ. ദാറ്റ് ഈസ് യുവർ NCERT എക്സസൈസ് 4.27. സോ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് 12 ohm ആണ്. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് 3 milliampere. നമുക്കതിനെ ആ ഗാൽവനോമീറ്ററിനെ എന്താക്കി മാറ്റണം, ഒരു 0 to 18 volt കാണിക്കുന്ന ഒരു വോൾട്ട് മീറ്റർ ആക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ അവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. അതിൻ്റെ ഫോർമുല നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് V/I മൈനസ് G എന്ന് വരും. വോൾട്ടേജ് തന്നിട്ടുണ്ടല്ലോ, 18 അല്ലേ വരേണ്ടത്, 18 ഡിവൈഡർ ബൈ ഗാൽവനോമീറ്റർ കറണ്ടിൻ്റെ വാല്യൂ കൊടുത്തിട്ടില്ലേ, എത്രയാണ്, 3 milliampere ആണ് വരുന്നത്. അപ്പോൾ 3 × 10⁻³ മൈനസ് G എന്ന് പറയുമ്പോൾ 12. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇത് 6000. സോ ദാറ്റ് ഈസ് 6000 മൈനസ് 12 ഓർ ദ ആൻസർ വിൽ ബി 5988 ohm. അതാണ് ഞാൻ പറഞ്ഞത്, ഷണ്ടിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും, സീരീസ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. സോ ഇന്നത്തെ സെഷൻ നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കാം. നാളെ നമുക്ക്
ആംബിയർ സർക്യൂട്ടൽ തിയറം, അതുപോലെ വരുന്ന ദിവസങ്ങളിൽ ആംബിയർ സർക്യൂട്ടൽ തിയറം അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ദെൻ അവിടെ ബാക്കി വരുന്ന ഒരു വലിയ ടോപ്പിക് എന്ന് പറയുന്നത് സൈക്ലോട്രോൺ ആണ്. വി വിൽ ബി ഡീലിംഗ് വിത്ത് ദ റിമൈനിങ് ടോപ്പിക്സ് ഇൻ ദ കമ്മിങ് ക്ലാസ്സസ്. താങ്ക് യു.